ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. അഴിമതി വിമുക്തമായിട്ടുള്ള ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാഴ്ചവെച്ചുള്ളത്. ഇതൊക്കെ ജാക്ക് കാണിക്കുന്നുണ്ട്, അതൊന്നും വില പോവില്ല. അത് ടൗണിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഗ്രാമപ്രദേശങ്ങളിലൊന്നും വേണ്ടത്ര BJPക്ക് അങ്ങനെ സ്വാധീനമില്ല. കെട്ടിയവൻ്റെ കുറച്ച് കാശുണ്ട്, അത് ED അന്വേഷിക്കുന്നുണ്ടപ്പോൾ വേഗം BJPക്ക് ചാടിയതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതൊന്നും നേടാൻ പറ്റില്ല. എല്ലാവർക്കും ആ ബോധമുള്ള ഒരാൾക്കാരില്ലായിരുന്നു. പള്ളിയിൽ എവിടെ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ അവരുടേതായ രീതിയിൽ കേരളീയർക്ക് അറിയാൻ ആർക്ക് എങ്ങനെ. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ ആരെടുക്കും? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നന്മയുള്ള മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള സുരേഷ് ഗോപി വിജയിക്കും. ഉറപ്പ്? ജനമനസ്സുകളിൽ അദ്ദേഹം ഈ 5 വർഷമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൽ ഒരുപാട് പരാതികൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 10 വർഷത്തെ ഭരണത്തിൽ പെട്രോൾ വില, ഡീസൽ വില, ഗ്യാസ്, അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥിതിക്ക് സുരേഷ് ഗോപിക്ക് ആളുകൾ വോട്ട് ചെയ്യും. അഴിമതി വിമുക്തമായിട്ടുള്ള ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാഴ്ചവെച്ചുള്ളത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പ്രാവർത്തികമാക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. 370-ാം വകുപ്പ്, ഒരു രാഷ്ട്രം ഒരു ജനത എന്നുള്ള നിലയിലേക്ക് ചിന്തിക്കാൻ 370-ാം വകുപ്പ് എടുത്തു കളയണമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാനായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി വിധി പെട്ടെന്ന് ആ വിധി നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി. അതനുസരിച്ച് പ്രാണപ്രതിഷ്ഠയും നടന്നു ശ്രീരാമക്ഷേത്രത്തിൻ്റെ. അത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി ഏകീകൃത സിവിൽ കോഡ്, അതും ആണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടുള്ള വാഗ്ദാനം. അത് നടപ്പിലാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 33% സംവരണം നൽകണമെന്നുള്ള വാഗ്ദാനം പാർലമെൻറ്റിൽ പാസ്സാക്കി. അടുത്ത ഇതോടു കൂടിയിട്ട് നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളിലെ പുനർനിർണയത്തോടു കൂടിയിട്ട് അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള തീരുമാനവും നരേന്ദ്രമോദിയുടെ സർക്കാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ നടപ്പിലാക്കി. കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യ വിതരണം, അതുപോലെ തന്നെ BPL കാർഡ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടർ സൗജന്യമായിട്ട് നൽകൽ, ശൗചാലയം നിർമ്മിച്ച് നൽകൽ, അതുപോലെ തന്നെ വീടുകൾ യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള നടപടികൾ, എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാനുള്ള സംവിധാനം, അങ്ങനെ ഒട്ടനവധി ജനക്ഷേമകരമായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കും? ഇത്തവണ തീർച്ചയായിട്ടും LDF. അതെന്തുകൊണ്ടത്? പൊതുവെ LDFനാണ് സ്വാധീനം കാണുന്നത്. കാരണം പൊതുവെ എല്ലാറ്റിനും അവരാണ് ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്യുന്നത്. മറ്റൊരു വർഗീയതയും പറഞ്ഞിട്ട് അതൊന്നും വിലപ്പോവില്ല കേരളത്തിൽ. BJP കോൺഗ്രസിനാണെങ്കിലും നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആൾക്കാർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ വിജയിപ്പിച്ചയച്ചു കഴിഞ്ഞാൽ അവർ മറുകണ്ഠം ചാടുക, അവർ വേണ്ടത്രൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ കൊടുക്കാൻ കാശില്ല, അതുപോലെ ഭക്ഷ്യസാധനങ്ങളുടെ കുറവ്, ഇതൊക്കെ ഇലക്ഷനെ ബാധിക്കും. ഇല്ല, അതൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ അതെന്തുകൊണ്ടാണ് വരുന്നത്. കേന്ദ്ര വീതം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണല്ലോ കേരള ഗവൺമെൻറ്റിന് അത് കൊടുക്കാൻ പറ്റാത്തത്. അതൊക്കെ ജനങ്ങൾക്ക് തീർച്ചയായും ബോധ്യമുണ്ട്. ഈ സുരേഷ് ഗോപി ഒക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ തൃശ്ശൂർ. ആളൊരു സിനിമാ നടനൊക്കെയാണ്. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ കുടുംബങ്ങളിലുള്ള സ്ത്രീകളൊക്കെ സ്വാധീനിക്കില്ല. 2 പ്രാവശ്യം തെളിയിച്ച് കഴിഞ്ഞതാണല്ലോ. ആളിപ്പോൾ കുറച്ച് ഇതൊക്കെ ജാക്ക് കാണിക്കുന്നുണ്ട്, അതൊന്നും വില പോവില്ല. അത് ടൗണിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഗ്രാമപ്രദേശങ്ങളിലൊന്നും വേണ്ടത്ര BJPക്ക് അങ്ങനെ സ്വാധീനമില്ല. അവർക്ക് നിലവിലുള്ള വോട്ടന്നെ ഉള്ളൂ, 9% 10% കിട്ടുള്ളൂ. ഈ കരുണാകരൻ്റെ മോൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, മുരളീധരൻ. ആള് അവസാന നിമിഷം വടകരയിൽ നിന്ന് മാറി തൃശ്ശൂർ വന്ന് ജയിക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നതാണ്. ആൾക്ക് എന്തെങ്കിലും ജയസാധ്യത കാണുന്നുണ്ടോ? ഇല്ല, ഇതന്നെ ആള് ഇത് നേരത്തെ ഇവിടുത്തെ ആളായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ കഴക്കൂട്ടം പോയി, അവിടെയൊക്കെ പോയി തിരിച്ചു വന്നല്ലേ. അത് പ്രതാപൻ്റെ
പിന്നെ വിജയസാധ്യത കാണാത്തതുകൊണ്ടാണ് അവനെ ഇറക്കിയത്. വലിയ പ്രതീക്ഷ ഒന്നും കാണുന്നില്ല. പൊതുവെ ഇടതുപക്ഷത്തിനാണ് കാണുന്നത് ഇപ്പോൾ നിലവിൽ ഈ തൃശ്ശൂർ, നമ്മുടെ ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? ഇവിടെ മുരളീധരൻ ജയിക്കും. അതെന്താ ഉറപ്പ്? മുരളീധരൻ ജയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തറവാടികളാണ്, തറവാടിത്തുണ്ട്. കോൺഗ്രസിന്റെ മറ്റേ ശൈലജ അവള് പോയി അത്ര തന്നെ ഉള്ളൂ. തറവാട്ടുമായി ഗുണം കൊണ്ട് പോയതാണോ? അല്ല അതൊരിക്കലും അല്ല. തറവാട്ടുമാനല്ല, അവളെ കെട്ടിയതിൻ്റെയൊക്കെ കുറച്ച് കാശുണ്ട്. അത് ഇടി അന്വേഷിക്കുന്നുണ്ടപ്പോൾ വേഗം BJPക്ക് ചാടിയതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. മുരളീധരനാണ് ഇവിടെ വിജയ സാധ്യത. എൻ്റെ അഭിപ്രായത്തിൽ മുരളീധരനാണ്. ഈ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യത കാണാണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. ഞങ്ങളെ ഈ ഏരിയയിലൊന്നും അവർക്കില്ല. ഈ മുൻ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ നല്ല വ്യക്തിയാന്ന് പറയുന്നുണ്ട്. നമുക്ക് ആളായിട്ട് വലിയ പരിചയമൊന്നുമില്ല. മുരളീധരൻ സാറിനായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആദ്യം കാരണം ഇവിടെ നിന്ന് തോറ്റതാണ് ഇതിലിടക്ക്. എന്നാലും വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ജയിക്കുന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂർ വിജയിക്കുന്നതാണ് എൻ്റെ വീട്ടുകാരെയും കാഴ്ചപ്പാട്. എൻ്റെ ഒരു മോനുണ്ട്, തനി DYFI. അപ്പോൾ അതിൽ പിന്നെ ഇതുവരെ പള്ളിയില്ല, പട്ടമില്ല, ഒന്നുമില്ല, വെറും അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആര് പറഞ്ഞു? ഈ കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും. കേരളത്തിൽ ഭരണമാറ്റത്തിന് ഇതുവരെ ഇത് കണ്ടതിൽ ഇതുവരെ ഒന്നും ഇത് പറയുന്നില്ല. മാറ്റത്തിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അറിവ്. ഭൂരിപക്ഷം മോഡിനെ വീണ്ടും ഭരിക്കാനും സാധ്യത എന്നുള്ളതാണോ? അങ്ങനെ പറയാൻ ഒക്കൂല. ഇല്ല, എല്ലാവരും കൂടെ 10-28 ആൾക്ക് കൂടിയിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ വഴിയുണ്ട്. മുരളി വന്നിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് മുരളിൻ്റെ ഭരണത്തിൽ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട് എന്നാണ്. ജയിക്കും, ഉറപ്പ്. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കുന്ന സാധ്യത? ഇത്തവണ തൃശ്ശൂർ മുരളീധരൻ തന്നെ എടുക്കും. മുരളീധരൻ എടുക്കുന്ന വെച്ചാൽ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ വിജയിച്ചു തരണം. ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ LDF ജയിച്ചാലും പോരെ? LDF ജയിച്ചാലും പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മുന്നണി ജയിക്കണ ഇന്ത്യൻ മുന്നണി ജയിച്ചാൽ പോരെ. അതായത് കോൺഗ്രസ് അല്ലിപ്പെട്ട തന്നെയാണല്ലോ. കോൺഗ്രസ് ഒരു ഘടകം മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഘടകമാണല്ലോ ഇവിടെ LDF-ഉം ഘടകം തന്നെയാണ്. പക്ഷെ അതിനുപരി ഇന്ത്യൻ മുന്നണിയുടെ ഒരു പാർട്ടിയായിട്ട് ചെല്ലുമ്പോൾ അതിനെ പിന്താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് അങ്ങോട്ട് ആ ഇന്ത്യൻ മുന്നണിയുടെ തന്നെ വോട്ട് അങ്ങോട്ട് സ്വീകരിച്ചാൽ പോരല്ലോ. ഇവിടെ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? തൃശ്ശൂർ ആളുകൾ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പള്ളികളിൽ ഇപ്പോൾ ഇത് നോമ്പറക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള വോട്ടുകൾ ആൾ നേടാനുള്ള അതൊന്നും നേടാൻ പറ്റില്ല. എല്ലാവർക്കും ആ ബോധമുള്ള ഒരാളക്കാരിൽ പള്ളിയിൽ എവിടെ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ അവരുടേതായ രീതിയിൽ കേരളീയർക്ക് അറിയാം ആർക്ക് എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ അത് വോട്ട് ചെയ്യും. LDF-ന് ഏതെങ്കിലും സാധ്യതയുണ്ടോ ഇവിടെ? അത് എത്രാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ? LDF-ന് 2ാം സ്ഥാനം തന്നെ ഉണ്ടാവും. 2ാം സ്ഥാനം ഉണ്ടാവും. കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു സീറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ? കേരളത്തിൽ മൊത്തത്തിൽ UDF-ൻ്റെ തന്നെയാണ് മുൻതൂക്കമുള്ളത്. ഏകദേശം എത്ര കിട്ടും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഏകദേശം എല്ലാം കിട്ടുന്നതാണ്. എന്നാലും കൂടുതലും 2-3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ടൈ മത്സരമായിട്ട് വരുന്നത്. ബാക്കി ഒരു സീറ്റൊക്കെ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മുരളീധരൻ തൃശ്ശൂർ ജില്ല ഉറപ്പായിട്ട് ജയിക്കും. തൃശ്ശൂർ ആരെടുക്കാനും സാധ്യത? ഈ പ്രാവശ്യം സുനിൽകുമാർ എടുക്കും. ആള് നല്ല വ്യക്തിയാണ്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കൃഷി വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന് നല്ലോണം പ്രവർത്തിച്ച ആളുടെ ഇടയിൽ നല്ല ഇഷ്ടപ്പെട്ട ആളാണ്. അത് കാരണം ആൾ ജയിക്കും. അതുപോലെ ഈ മുരളീധരൻ നല്ല വ്യക്തിയാണല്ലോ. കരുണാകരൻ്റെ മോനൊക്കെയാണ് ഇവിടെ കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് സാധ്യത കുറവാണ്. ഈ സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആളെന്തായാലും 3ാം സ്ഥാനത്ത് പോകും. കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഭരണമാറ്റം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. മാറുന്ന ആഗ്രഹമില്ല. ആഗ്രഹമുണ്ട്. മാറാൻ സാധ്യത കുറവല്ലേ? കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യത? ഇപ്രാവശ്യം LDF-നാണോ UDF-നാണോ? കേരളത്തിൽ ഈ പ്രാവശ്യം പകുതിയായിട്ട് വരും. പകുതി സീറ്റിൽ ആവാൻ സാധ്യത. തൃശ്ശൂർ അപ്പോൾ സുനിൽകുമാർ ജയിക്കാനാണ് സാധ്യത. സാധ്യതയല്ല, ജയിക്കും. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കും. എന്തുകൊണ്ടത്? 100% പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് എല്ലാ ഭാഗത്തുനിന്ന് വരുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപിയുടെ കയ്യിലാണ്.
ഈ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന് പറയാൻ ഇത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ ആൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിലായിരിക്കും അവിടെ? ആള് ഒരു 5 വർഷമായിട്ട് തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പല ഭാഗത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് 100% തൃശ്ശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപി വിജയിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാ ഉറപ്പ്. കേന്ദ്രത്തിലെ എന്തായിരിക്കും ഈ പ്രാവശ്യത്തെ ഇത്? അത് നരേന്ദ്രമോദി തന്നെ. നരേന്ദ്രമോദിയുടെ പല വികസനങ്ങളല്ലേ, എത്രയെല്ലാം വികസനങ്ങളാണ് വന്നിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്കായുള്ള ഒരുപാട് വികസനങ്ങൾ. കോവിഡ് കാലം മുതൽ തന്നെ വികസനങ്ങൾ മാത്രമേ ഉള്ളൂ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഇത്തവണ കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു 4 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. 4 സീറ്റോളം BJP കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരെ തീർച്ചയായും 100%. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.